കാൾ മാർക്സിൻ്റെ ജീവചരിത്രം 40ഓളം ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ നോവൽ എഴുതുന്നതിന് മുമ്പ് തന്നെ, ഈ നോവൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ 4-5 നോവലുകൾ ഞാൻ എഴുതി തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പൂർത്തിയായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭാവനയിലൂടെ ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു അനുഭവത്തെ, ഒരു സംഭവത്തെ, ഒരു പ്രത്യേക നിമിഷത്തെ നമ്മൾ ഭാഷയിലാക്കാനുള്ള ശ്രമമാണ്. സത്യം തുറന്നു പറഞ്ഞാൽ ചരിത്രത്തോട് നീതി പുലർത്തേണ്ട ആവശ്യമില്ല എനിക്ക് ഒരു നോവൽ എഴുതുമ്പോൾ, ഒരു ചരിത്ര നോവൽ എഴുതുമ്പോൾ എന്ന് തന്നെ പറയാം. കാരണം ഞാനൊരു ചരിത്ര പുസ്തകമല്ല എഴുതുന്നത്, ഞാനൊരു ഫിക്ഷനാണ് എഴുതുന്നത്. എനിക്ക് നീതി പുലർത്തേണ്ടത് ഫിക്ഷൻ എന്ന് പറയുന്ന സങ്കേതത്തോടാണ്. പ്രിയ ശവത്തിൽ നിന്ന് മുഖമെടുത്ത് അവർ ചുംബിച്ചു. ഓരോ ചുംബനത്തിലും ഓരോ അവയവങ്ങളെ പരിചയപ്പെട്ടു. ചങ്കും കരളും ശ്വാസകോശവും ഹൃദയവും അവരുടെ പ്രേമലീലകൾക്ക് വായുവും ചോരയും കൊടുത്തു. അവർ ചോരക്കുഴലുകളിലൂടെ മീനുകളെ പോലെ ഒഴുകി നടന്നു. ശ്വാസകോശത്തിന്റെ കൊമ്പുകളിൽ പക്ഷികളെ പോലെ ചേക്കേറി ബോധം കെട്ട് ശരീരത്തിനുള്ളിൽ കിടന്നുറങ്ങി. സാധാരണക്കാരന് അത്ര പരിചിതമല്ലാത്തൊരു പശ്ചാത്തലമൊരുക്കിയ നോവലാണ് മത്യാസ്. മത്യാസിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം, അത് എത്രത്തോളം വിജയിച്ചു, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം സംതൃപ്തനാണ് താങ്കളെന്ന് ഒന്ന് പറയാമോ? സൂര്യയുടെ ചോദ്യം എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നമ്മൾ എഴുത്തുകാരൊക്കെ തന്നെ നേരിടുന്ന 2-3 പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സംതൃപ്തി ഉണ്ടാകുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഭൂപടത്തെ, ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തുള്ള മനുഷ്യരുടെ സംസ്കാരം, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ള ഒരു ഈ 2 കാര്യങ്ങളാണ് എനിക്ക് സൂര്യ ചോദിച്ചതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത്, ഞാനൊരു കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കവിത എഴുതുന്ന, മലയാളത്തിൽ കവിത എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഈ കവിത എന്ന് പറയുന്നത് നമുക്ക് അപരിചിത ഭൂപടത്തെ എഴുതുന്ന ഒരു എഴുത്ത് പ്രക്രിയയാണ് കവിത എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ വീടിൻ്റെ തൊടിയെക്കുറിച്ച് എഴുതിയാലും ഒരുപക്ഷെ കവിതയിലാവുമ്പം ആ തൊടി നമ്മുടെ വീടിൻ്റെ പിന്നിലുള്ള ഒരു സ്ഥലം അല്ലാതായി മാറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പരിചിതമായ സ്ഥലങ്ങളിൽ എത്ര നിങ്ങൾ കവിതയിൽ എഴുതാൻ ചോദിച്ചാൽ അത് അപരിചിത ദേശമായി മാറും കവിതയിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോവൽ എഴുത്തിന് പിന്നിലുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കവിത എഴുത്ത് തന്നെയാണ്. കവിത എഴുത്ത് ഇത്രയും നാളും കവിത എഴുതിയതിൻ്റെ ആകത്തുകയാണ് മത്യാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കവിത എഴുത്തായിരുന്നു ഇതിൻ്റെ ഒരു ലബോറട്ടറി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരീക്ഷണശാല. ഈ ഒരു നോവൽ എഴുത്തിൻ്റെ ഒരു പരീക്ഷണശാല. അതുകൊണ്ട് തന്നെ അപരിചിത ദേശങ്ങളിൽ എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, ഞാനിങ്ങനെ പല കുറിപ്പുകളും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ആ രീതി ചിന്തിക്കുമ്പോൾ പിന്നെ എപ്പോഴും ഒരു എഴുത്ത്, ഈ പ്രത്യേകിച്ച് നോവൽ എഴുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് ഭാഷ, കവിതയായാലും നോവലായാലും ഭാഷയാണ് അതിൻ്റെ ഒരു മീഡിയം. രണ്ടാമത് ടൂൾ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനാണ്. നമ്മൾ ഭാവന ചെയ്യുകയാണ് ഇത് ബേസിക്കലി, അല്ലേ? ഇപ്പോൾ പലരും പറയും നിങ്ങൾക്ക് അനുഭവമില്ല. ഇപ്പോൾ കവിയായിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഞാൻ, നിങ്ങൾക്ക് എൻ്റെ അത്ര അനുഭവമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കവിത, അല്ലെങ്കിൽ നിങ്ങളുടെ കവിത അത്രത്തോളം എത്തുന്നില്ല, അനുഭവം ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ അത് തെറ്റായൊരു നിരീക്ഷണമാണ്. ഓരോ മനുഷ്യനും അവരവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവരവർ കെട്ടിപ്പടുത്ത ലോകത്തിലുമാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരുടെയും അനുഭവം അത് നമുക്ക് വേറെ ആളെ പറഞ്ഞ് മനസ്സിലാക്കാനോ ആ അനുഭവത്തിൻ്റെ തീക്ഷ്ണതയെ നമുക്ക് താരതമ്യം ചെയ്യാനോ ഒന്നും പറ്റില്ല. നമുക്ക് പുറത്തു നിന്നൊരു മനുഷ്യന് എൻ്റെ അനുഭവത്തെ വിലയിരുത്താൻ കഴിയില്ല. എൻ്റെ ലോകം എന്താണെന്ന് എങ്ങനെയാണ് പറ്റുന്നത്? വേറൊരാളുടെ ചെരുപ്പിനകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ അനുഭവമില്ല എന്ന് വേറൊരാൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ നമ്മൾ ഭാവനയിലൂടെ ഒരു ദേശത്തെ, അല്ലെങ്കിൽ ഒരു അനുഭവത്തെ, ഒരു സംഭവത്തെ, ഒരു പ്രത്യേക നിമിഷത്തെ നമ്മൾ ഭാഷയിലാക്കാനുള്ള ശ്രമമാണ്. ഭാഷയില്ലെങ്കിൽ മത്യാസില്ല. കാരണം ഞാനിപ്പം നമുക്ക് ഭാവന ചെയ്യാൻ ഒരു പക്ഷേ എല്ലാവർക്കും എളുപ്പമാണ്. ഭാഷ ഉപയോഗിക്കാൻ കൂടെ കഴിവ് കിട്ടും, അല്ലെ കഴിവ് ഉള്ളത് കൊണ്ടാണല്ലോ ഒരാൾ എഴുതുന്നത്. അപ്പോൾ ഈ ഭാവന ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുകയും എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരും ഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ്. എല്ലാ മനുഷ്യരും ഭാവന ചെയ്യാൻ കഴിവുള്ളൂ. പക്ഷെ അത് എന്താ പറയുന്നത്, അത് വാക്കുകളിലാക്കുക എന്നുള്ള പ്രവൃത്തിയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്കൊരു ഭയം തോന്നും. ഇപ്പം ജർമ്മനി 19-ാം നൂറ്റാണ്ട്, കാൾ മാർക്സ്, ഈ പറയുന്ന ബാബർ സർജറി, ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മളുടെ മുമ്പിൽ നാം എഴുതി കൂട്ടിയ കുറേ വിവരങ്ങളുണ്ട്. നാം വായിച്ചു നോക്കിയ ഈ നോവൽ എഴുതുന്നതിന് വേണ്ടി വായിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്
നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഭയം വരും. ഓ, ഇത് നമ്മുടെ സംസ്കാരമല്ല, നമ്മളിവിടെ കണ്ട മനുഷ്യരല്ല, ഇതെങ്ങനെ എഴുതി പിടിപ്പിക്കും എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ പതുക്കെ പതുക്കെയാണ് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരെ എഴുതുന്നത് പോലെ, അല്ലെ നല്ല നമ്മുടെ നാട്ടിൽ ജീവിതത്തിൽ എഴുതുന്ന പോലെ ആയിരിക്കും നമ്മൾ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇത് എഴുതുക. പക്ഷേ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ, ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ മാറ്റി 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 ഒരുപക്ഷെ അതിന് കുറച്ചേറെ സമയം, ബട്ട് നല്ല ക്ഷമ വേണം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജർമ്മനി എന്നൊക്കെ ഇടയ്ക്കുള്ള വാക്കുകൾ മാത്രം നിങ്ങൾ കാണും, ഇതെവിടെയോ ഇവിടെ വല്ല പത്തനംതിട്ടയോ ആലപ്പുഴയൊക്കെ നടന്ന കഥയായിട്ട് നമുക്ക് തോന്നും. ജർമ്മനി എന്നോ ട്രിയർ എന്നോ ബെർലിൻ എന്നോ ഒക്കെ നമുക്ക് ഇടയ്ക്ക് കുത്തിക്കയറ്റാം ചില വാക്കുകൾ. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഭാവലോകം അനുഭവിക്കുക. ഇപ്പോൾ ഒരു നോവൽ വായിച്ചാൽ ആ സ്ഥലത്തെ മണം, ആ സ്ഥലത്തെ പൂക്കൾ, ആ സ്ഥലത്തെ ചെടി, ആ സ്ഥലത്തിൻ്റെ, അപ്പോൾ ഈ സ്പേസിനെ എനിക്ക് സത്യത്തിൽ എൻ്റെ കവിതയിൽ എനിക്ക് സ്ഥലങ്ങളെ ആവിഷ്കരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ സംതൃപ്തി ഇല്ല. എന്തുകൊണ്ട് സംതൃപ്തി ഇല്ല എന്ന് പറയുന്നത്? ഇനിയും അതിനകത്ത് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. സംതൃപ്തി ഉണ്ടായത് തീർന്നു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കവിതയിൽ നിന്ന് നോവലിലേക്ക് എത്തപ്പെടുന്ന ഒരു കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയം ഒരു എങ്ങനെ ആസ്വദിച്ചു, അല്ലെ എത്രത്തോളം ആസ്വദിച്ചു? കവിതയിൽ നിന്ന് നോവലിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു സമയത്തെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഈ നോവൽ എഴുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, ഞാൻ കോളേജിൽ നോവൽ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഇപ്പം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ച് സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ BSc-ക്കും MSc-ക്കും ഒക്കെ സയൻസാണ് ഞാൻ പഠിച്ചത്. പക്ഷേ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നത് കൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് നോവലും മലയാളം, ഹിന്ദി ഇതൊക്കെ പഠിക്കും. അപ്പോൾ ഈ ഇംഗ്ലീഷ് നോവൽ ഞാനൊരു മണ്ടനായ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് ഡിഗ്രി കാലം വരെ. എനിക്കറിയില്ല, 10ാം ക്ലാസ്സിൽ 300 മാർക്ക് വാങ്ങിച്ച് അറിയില്ല, ഒരു പുക മാത്രമായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്താണ് ഈ നടക്കുന്നതെന്ന് അറിയില്ല, സമവാക്യങ്ങൾ അറിയില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അത്രയേ ഉള്ളൂ, സിംപ്ലി ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. അപ്പം എങ്ങനെ ഈ മനസ്സിലാകാത്ത കാര്യങ്ങളെ മനസ്സിലാകുന്നതിന് വേണ്ടി, സ്വയം മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി പല വിദ്യകളും നമ്മൾ ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഈ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ വന്നപ്പോഴത്തേക്ക് കൽക്കട്ട ക്രോമസോം എന്ന് പറഞ്ഞിട്ട് അമിതാഭ് ഘോഷിൻ്റെ നോവലുണ്ട്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 അധ്യായം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, എന്നിട്ടും അത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ വേറെ തരത്തിൽ ഭാഷയെ നമ്മൾ തന്നെ പഠിക്കുകയാണ്. ഒരുപക്ഷെ അന്നത്തെ ലക്ഷ്യം നോവൽ എഴുത്തല്ലായിരുന്നു, ആ ഒരു നോവൽ മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് 3 അധ്യായം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് നോക്കിയാൽ അതൊന്നും ഇപ്പോൾ ഇല്ല സത്യത്തിൽ. അപ്പം ഇത് നോവൽ അപ്പോൾ ഈ കവിത എഴുത്തിന് സമാന്തരമായിട്ട് നമ്മളിങ്ങനെ പലതും കുറിക്കുന്നുണ്ട്. ഗദ്യത്തിലും ഈ പറയുന്ന ഫിക്ഷൻ രൂപത്തിലും ഒക്കെ നമ്മളിങ്ങനെ നിരന്തരം. എനിക്കിപ്പോൾ ഈ ഡയറി എഴുത്തെന്ന് പറയുന്നത് ദിവസം നടക്കുന്ന സംഭവങ്ങളല്ല. നമ്മൾ പല കാര്യങ്ങൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയെ നമുക്ക് എഴുതാൻ കഴിയുമോ? നമ്മൾ വളരെ തീർത്തും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിത സന്ദർഭത്തെ, അയാളുടെ അനുഭവത്തെ എങ്ങനെ നമുക്ക് ഭാഷയിൽ കൊണ്ടുവരാം? ഇത് ഈ വേറെ തരത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ നോവൽ എഴുതിയതല്ല. ഈ നോവൽ എഴുതുന്നതിന് മുമ്പ് തന്നെ, ഈ നോവൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ 4-5 നോവലുകൾ ഞാൻ എഴുതി തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പൂർത്തിയായി എന്ന് മാത്രമേ ഉള്ളൂ. 2017 മുതൽ ജൈനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മത്യാസിൻ്റെ ഒരു 2 അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 2025 എത്തുമ്പം ഒരു 6 വർഷങ്ങൾക്ക് ഇപ്പുറത്തോട്ട് വരുമ്പം ഈ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു വർഷം തന്നെ 3-4 പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമയം നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു കാലഘട്ടം, ഈ ഒരു സമയത്ത് കുറേയേറെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ കുറേയേറെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ തന്നെ കുറേയേറെ പുസ്തകങ്ങൾ ഇറങ്ങുന്ന ആ സമയത്താണ് വിഷ്ണു പ്രസാദിനെ പോലുള്ള ഒരാൾ 2017 മുതൽ 2024 വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യം വന്നിരുന്നത്. അതിനെ പറ്റിയിട്ട് അപ്പം നമ്മളിപ്പോൾ ഈ 6 വർഷം കൊണ്ട് എടുത്തു, അതെന്തോ വലിയ കാര്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. 6 വർഷം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇക്കാലത്ത്, കാരണം നമുക്ക് റിസർച്ച് ചെയ്യാനും വിവരങ്ങൾ കിട്ടാനും ഒക്കെ വളരെ എളുപ്പമായതുകൊണ്ട് വേണമെങ്കിൽ 2 വർഷം കൊണ്ട് എഴുതാം, അല്ല 1 വർഷം കൊണ്ട് തന്നെ വേണമെങ്കിൽ എഴുതാം, അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പോൾ അല്ല 6 വർഷം കൊണ്ട് എടുത്തത് കൊണ്ട് ഇതെന്തോ പ്രത്യേകതയുണ്ടെന്നുള്ള വാദം എനിക്കില്ല. ഇത് വേണമെങ്കിൽ 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്ക് എഴുതാവുന്നതാണ്. പക്ഷേ സ്വാഭാവികമായും മടി കൊണ്ടും സ്വാഭാവികമായ അലസത കൊണ്ടും നോവൽ എങ്ങനെ എഴുതണമെന്ന് അറിയാത്തത് കൊണ്ടുമാണ് ഇത്രയും സമയം എടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇത് ഞാൻ അപ്പോൾ ഈ 6 വർഷം കൊണ്ട് നമ്മൾ ഈ നോവലെടുത്ത് പഠിക്കുക കൂടിയായിരുന്നു. അല്ലെങ്കിൽ 6 വർഷം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള ഓർമ്മകളും അല്ല എന്താ പറയുന്നത്, ഇതിനു വേണ്ടി ചിന്തിക്കുന്നതും ഇതിനു വേണ്ടി നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതും അങ്ങനെ. കാരണം ഇതൊരു വലിയ വിഷയമായതുകൊണ്ടും നമുക്ക് പരിചയമില്ലാത്ത ഒരു മേഖല ആയതുകൊണ്ടും, ഇപ്പം സർജറി, ഇതിനകത്ത് ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുന്നു. അപ്പം അതിൻ്റെ അത് എമർജ് ചെയ്ത് വരുന്ന ആ സമയത്ത് അതെങ്ങനെയാണ് അവർ പ്രയോഗിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് പുസ്തകം വായിക്കുന്നു. എനിക്കൊന്നും അതിൻ്റെ വീഡിയോകളൊന്നും ലഭ്യമല്ല. അപ്പം ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, അതുപോലെ അത് വരച്ചെടുത്തതുണ്ട്. അങ്ങനെ പല സംസ്കാരങ്ങളിലും ഇത് നിലനിന്നു. പക്ഷേ ഈ പെർട്ടിക്കുലർ യൂറോപ്പിൽ എങ്ങനെയാണ് എന്നുള്ളത്, അപ്പോൾ ഇത്തരം അന്വേഷണങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് വേറെ പുസ്തകങ്ങൾ വേണമെങ്കിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു 6 വർഷത്തിൽ നമുക്ക് വേണേൽ 15 പുസ്തകം ഇറക്കാം. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം 1 മാസത്തിനുള്ളിൽ തന്നെ 2 പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. ആ സമയം കുറച്ച് ദൂരം കൂടിയോ എന്നുള്ളത് ഈ എഴുത്തുകാരനെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും 1 വർഷം തന്നെ കുറേയേറെ പുസ്തകങ്ങൾ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ ഒരു എഴുത്ത് രീതിയും ശൈലിയും ഒക്കെ അതായതുകൊണ്ട് അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ നോവൽ ഞാൻ ആദ്യമായിട്ട് എഴുതുകയാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. അത് ആ ഒരു പുതിയ മീഡിയമാണ്. കവിത പോലെയല്ല നോവൽ. ഇത് ജനങ്ങളിലേക്ക് പേടിയുണ്ടായിരുന്നു, എങ്ങനെ സ്വീകരിക്കും? അതായത് കവിയായിരുന്ന വിഷ്ണുപ്രസാദിൽ നിന്ന് നോവലിസ്റ്റ് ആയ വിഷ്ണുപ്രസാദിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആ സ്വീകരണം തന്നെ ആയിരിക്കും ഇതിൽ കിട്ടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമല്ല. ഇപ്പം ഈ നമ്മൾ പ്രത്യേകിച്ച് ഇത് ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ വായനക്കാരെ കവിത വായിച്ച മനുഷ്യരല്ല കൂടുതൽ എന്നോട് ഇത് വായിച്ചിട്ട് പ്രതികരിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് തീർച്ചയായും ഞാൻ വിചാരിച്ചു ഇത് കവിത ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഒക്കെ മാത്രമാവും. ഒരുപക്ഷെ എൻ്റെ കവിത മാത്രമാണ് പരിചയം, പുതിയ ആളാണ്, അപ്പം നോവൽ എഴുത്തിൽ, അപ്പം ആ രീതിയിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് ആശങ്കയുണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു വായന സമൂഹം വരുന്നു, സത്യസന്ധമായി അവരവരുടെ അഭിപ്രായം പറയുന്നു. അപ്പോൾ വായനക്കാരുമായിട്ട് സത്യത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കാനും അവരുമായി പരിചയം കൂടാനും ഒക്കെ ഒരുപക്ഷെ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട്. കാരണം ഈ പുസ്തകം ഇറങ്ങി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇത് വായിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് ആരതി ഷാജി എന്ന് പറയുന്ന ഒരു വായനക്കാരി എന്നെ വിളിക്കുകയും ഈ നോവലിനെ കുറിച്ച് അവരൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ ഫോൺ സംഭാഷണത്തിൽ ആരതി എന്നോട് പറഞ്ഞത്, നിങ്ങൾ മത്സരിക്കേണ്ടത് സഹ എഴുത്തുകാരോടല്ല വായനക്കാരോടാണ് എന്ന്. അത് ഒരുപക്ഷെ അത് ഒരു വലിയ ലേണിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വായനക്കാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വായനക്കാർക്ക് വേറൊരു തരത്തിൽ ഈ ഒരു കൃതിയെ കാണാനും അതിനെ പരിശോധിക്കാനും വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ എഴുത്തുകാരന് ആ ഭാഷയുള്ളത് കൊണ്ട് അത് എഴുതുന്നു എന്ന് മാത്രം. നമ്മെക്കാൾ എഴുതുന്നവരെക്കാൾ വലിയ ലോകങ്ങളുമായിട്ട് നടക്കുന്ന മനുഷ്യരാണ് ചുറ്റുവട്ടത്ത്. എന്തിനേറെ എൻ്റെ തൊട്ടപ്പുറത്തെ വീട് എനിക്ക് പരിചയമില്ലെങ്കിൽ ആ വീട്ടിൽ അത്ഭുതം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്ക് ആ വീടിനെ അറിയാത്തത് കൊണ്ട് അവിടെ എന്താ പറയുന്നത്, അത്ഭുതത്തോടെ ലോകത്തെ വീക്ഷിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പം രഹസ്യമായി പ്രവർത്തി ചെയ്യുന്നവർ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണക്കാരനായ മത്യാസും പ്രഗത്ഭനായ കാൾ മാർക്സും രണ്ടും 2 തലങ്ങളിൽ നിൽക്കുന്നവരാണ്. ഈ 2 തലങ്ങളിൽ നിൽക്കുന്ന 2 പേരെയും ഒരു നോവലിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും? അതെ, അത് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു. ഈ നോവൽ വായിച്ചതിന് ശേഷവും ഈ ഒരു ചോദ്യം പങ്കിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നോവല് എഴുതി തുടങ്ങുന്നത് കാൾ മാർക്സിൻ്റെ ബയോഗ്രഫികൾ വായിച്ച് തുടങ്ങുന്ന സമയത്താണ് ഈ നോവലിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ആശയം രൂപപ്പെടുന്നത്. പക്ഷേ ഇതിന് സമാന്തരമായി ഞാൻ ഈ പറയുന്ന യൂറോപ്പിൽ ഈ ശവം കീറി പഠിക്കുന്ന ആൾക്കാർ, ഈ കല്ലറകൾ തോണ്ടി ശവം പുറത്തെടുത്ത് നമ്മുടെ സർജറിയുടെ ഒരു തുടക്കകാലത്ത് എങ്ങനെയാണ് മനുഷ്യർ ഇത് പഠിച്ചത് എന്നും കൂടി വായിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ്. പക്ഷേ എനിക്കൊരു വലിയ ആഗ്രഹം, കാൾ മാർക്സിൻ്റെ ജീവചരിത്രം 40ഓളം ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് കാൾ മാർക്സിൻ്റെ. അപ്പം കാൾ മാർക്സിനെ കുറിച്ച് ഇപ്പോഴും ജീവചരിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ വായിച്ച ഏറ്റവും നല്ല ഒരു മൈക്കൽ ഹെൻറൈഹ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ജർമ്മനിക്കാരൻ. അദ്ദേഹത്തിന് 2 വോളിയം പുതിയൊരു
എനിക്ക് 2 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ബയോഗ്രഫി ഉണ്ട്. അപ്പോൾ ആ ബയോഗ്രഫി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഒരുപക്ഷെ എഴുതപ്പെട്ടിട്ടുള്ള ബയോഗ്രഫികളിൽ ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ അത് വായിച്ചതോടുകൂടി ഞാൻ തീരുമാനിച്ചൊരു കാര്യം, എന്തിന് പിന്നെയും കാൾ മാർക്സിൻ്റെ കഥ ഞാൻ ആവർത്തിക്കണം. കാരണം നമ്മളൊരു ചരിത്ര പുരുഷൻ്റെ ജീവിതം എഴുതുമ്പോൾ നമുക്ക് എത്രമാത്രം ഭാവനയെ നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരുപക്ഷെ കാൾ മാർക്സിനെ കേന്ദ്രീകരിച്ച് പിന്നെ കഥകളോ നോവലുകളോ അധികം വന്നിട്ടുമില്ല. എൻ്റെ ഒരു അറിവില്ല ആകെ ഒരു നോവലാണ്, അതൊരു കാൾ മാർക്സിന് രണ്ട് ജീവിതമുണ്ട്. അയാളുടെ ഒരു കൗമാരകാലവും പിന്നെ ഒരു മുതിർന്ന് ഇത് സിദ്ധാന്തങ്ങൾ എഴുതിയ ഒരു മാർക്സിനെയാണ് കേരളക്കാർക്ക് പരിചയം. കേരളത്തിലുള്ള മാർക്സ് എന്ന് പറയുന്നത് താടി നരച്ച ബുദ്ധിജീവിയായ പിന്നെ സ്കോളറായ തത്വചിന്തകനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ഒരു കാൾ മാർക്സിനെയാണ്. പക്ഷേ ഈ നോവലിൽ ഒരു യുവ മാർക്സ്, കൗമാരക്കാരനായ മാർക്സ്, ഒരു വിദ്യാർത്ഥി ജീവിതം നയിച്ച കാൾ മാർക്സിൻ്റെ ഒരു ഫോർമേറ്റീവ് പീരീഡാണ് ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാൾ മാർക്സിൻ്റെ മുഴുവൻ ജീവിതം, കാൾ മാർക്സിൻ്റെ ഒരു ചിന്താ ജീവിതത്തിൻ്റെ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് ഈ നോവലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് കാൾ മാർക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മുഴുവൻ സമയവും കാൾ മാർക്സ് ഒരു ബിന്ദുവായി, തീർച്ചയായും ഉണ്ട്, ആദ്യന്തമുണ്ട് കാൾ മാർക്സ്. പക്ഷെ ഈ കാൾ മാർക്സിന്റെ കുടുംബത്തിലെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടം വേലക്കാരനായിരുന്ന മത്തിയാസ്, ആ മത്തിയാസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ കുലത്തൊഴിൽ ചെയ്യേണ്ടി വരികയും അയാളുടെ അച്ഛൻ്റെ ഒരു ജീവിതം അത് തിരഞ്ഞെടുക്കുകയും ഈ പറയുന്ന പടിഞ്ഞാറൻ ജർമ്മനിയിൽ നിന്ന് കിഴക്കോട്ട് ബെർലിനിലേക്ക് ഇയാൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഈ യാത്രയിൽ ഒരുപക്ഷെ കാൾ മാർക്സ് സഞ്ചരിച്ച അതേ വഴിയിലൂടെ മനുഷ്യൻ പോകുന്നു എന്നേ ഉള്ളൂ. ഇദ്ദേഹം അന്വേഷിക്കുന്നത് ശരീരത്തിൻ്റെ രഹസ്യമാണ്. കല്ലറകൾ തോണ്ടി ശരീരത്തിൻ്റെ അനാട്ടമി അന്വേഷിക്കുകയും അത് പഠിക്കുകയും ഒരു ഭ്രാന്തനെ പോലെ അത് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മത്തിയാസ്. അതേസമയം കാൾ മാർക്സിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബോൺ സർവകലാശാലയിൽ പഠിച്ചപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം പഠിച്ചത് റോമൻ ജൂറിസ്പ്രൂഡൻസ് അല്ലെങ്കിൽ നിയമ പഠനം നടത്തി. പിന്നീട് അദ്ദേഹം പഠിക്കുന്നത് തത്വചിന്ത പഠിക്കുന്നു. വേറൊരർത്ഥത്തിൽ ആ കാലത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അദ്ദേഹം മനസ്സിലാക്കുന്നു. അപ്പം ഒരു ശരീരത്തെക്കുറിച്ചുള്ള മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ചരിത്രമാണ് ഈ പറയുന്ന കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അന്വേഷിക്കുന്നത്. മറിച്ച് മത്തിയാസ് എന്ന് പറയുന്ന മനുഷ്യൻ ശരീരത്തിൻ്റെ ചരിത്രം, ശരീരത്തിൻ്റെ രഹസ്യം, ശരീരം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അറിവിനെ നേരിടാൻ പറ്റുന്നത് എന്നുള്ള പരമപ്രധാനമായ ഒരു ചോദ്യത്തിലൂടെ മത്തിയാസ്. അപ്പം ഈ നോവല് പ്രധാനമായും അന്വേഷിക്കുന്ന വിഷയം ഈ കാൾ മാർക്സിൻ്റെ ആശയങ്ങൾ മാർക്സിസം പ്രചരിച്ചതിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരവും അതിൻ്റെ പ്രയോഗവും ഒക്കെ എന്താ പറയുന്ന ഒരു മങ്ങി നിന്നൊരു കാലം വരുന്നുണ്ട് ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് പോസ്റ്റ് മാർക്സിസ്റ്റ് പീരീഡിൽ. അപ്പം അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൾ മാർക്സിനെ വിമർശിക്കുന്നതിന് വേണ്ടി കുറേയേറെ ഉപകരണങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ശരീരത്തെക്കുറിച്ച് കാൾ മാർക്സ് ഒന്നും പറഞ്ഞില്ല എന്ന്. ഒരുപക്ഷെ പരോക്ഷമായിട്ടെങ്കിലും ശരീരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ വേറൊരർത്ഥത്തിൽ പുതിയ ഒരു സൈദ്ധാന്തിക പരിപ്രേക്ഷ്യത്തിൽ നിന്നിട്ട് ശരീരത്തെ ഇന്ന് കാണുന്നത് പോലെ കണ്ടില്ല എന്ന് പറയുന്നു. അപ്പം ആ ചോദ്യത്തെയാണ് ഈ നോവൽ കാൾ മാർക്സിൻ്റെ ജീവിതകാലത്ത് നിന്ന് തന്നെ എങ്ങനെയാണ് ശരീരം അക്കാലത്തൊരു ഒരു ഡിസ്കോസായിട്ട് പ്രവർത്തിച്ചത്, ശരീരം അന്വേഷിച്ച ഒരു മനുഷ്യനെ എങ്ങനെ കാൾ മാർക്സിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്രതിഷ്ഠിച്ച് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാം എന്നുള്ള അന്വേഷണമാണ് സത്യത്തിൽ. അപ്പോൾ രണ്ടുപേരും ഉണ്ട്. ഒരുപക്ഷെ മത്തിയാസിന്റെ മാത്രം തീർച്ചയായും രണ്ട് പേഴ്സ്പെക്റ്റീവിലൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ശരീരശാസ്ത്രത്തിനെ കുറിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മത്തിയാസ് എന്ന് പറയുന്ന ഒരു നോവലിൽ വരുന്ന സമയത്ത് ശരീരശാസ്ത്രത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. എത്രത്തോളം റിസർച്ച് നടത്തിയിട്ടുണ്ടാവും ആ ഒരു ടൈം പീരീഡ്? കാരണം നമ്മൾ ജനങ്ങളിലേക്ക് ഒരു സാധനം എത്തിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ അതിലൊരു സത്യം ഉണ്ടായിരിക്കും. ആ സത്യം നമ്മൾ റിസർച്ച് വഴി അതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇത് നമ്മളെ റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ റിസർച്ച് പരിപൂർണമായ ഒന്നല്ല. ഇപ്പം നമുക്ക് മരിക്കുന്നവരെ ഇത് ചെയ്യാം. മരിക്കുന്നത് വരെ ഇത് നമ്മൾ ഇപ്പോൾ ഒരു പ്രത്യേക വിഷയം നമ്മൾ എടുക്കുന്നു, സർജറി. ഓക്കെ, 19th സെഞ്ച്വറിയിൽ സർജറി എങ്ങനെയാണ് അതിൻ്റെ
ഇത് തീരുന്നില്ല. ഇത് എത്രയോ പുസ്തകങ്ങൾ, എത്രയോ റിസർച്ച്. അപ്പോൾ റിസർച്ചിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. അതൊരു താൽക്കാലികമായ അന്വേഷണം മാത്രമാണ്. അപ്പം വേണമെങ്കിൽ ഇതിനകത്ത് തെറ്റുകൾ കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് അങ്ങനെ ഒരു 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 അന്തിമമായ തീരുമാനമല്ല. അതൊരു വളരെ കാലികമായ ഒരു പ്രത്യേക ടൈം ഫ്രെയിമിൽ ചെയ്യുകയും നാം ഒരു മനുഷ്യൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ PhD നേടി നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഒരു സാധനം എഴുതി എന്ന് പറഞ്ഞാൽ അത് അവസാന വാക്കല്ല, അത് പിന്നെയും തുടരുന്നതാണ് അന്വേഷണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനെക്കുറിച്ചൊരു റിവ്യൂ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നപ്പോൾ അതിനകത്ത് പുള്ളി ഇത് എഴുതിയത് ഇതിനകത്ത് ഒത്തിരി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയുമായി ഇതിന് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള ആ ഒരു റിസർച്ച് നമ്മളൊരു പ്രത്യേക പോയിന്റിൽ നമ്മൾ നിർത്തണം. ശരീരശാസ്ത്രമായാലും ചരിത്രമായാലും നമ്മൾ നിർത്തുകയും പിന്നെ ധൈര്യത്തോടെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഇതിനകത്ത് ഹിസ്റ്ററി ഇല്ല എന്നുള്ള, ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയോ തെറ്റുകളുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷെ എന്താ തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതിലെ ഓരോ വരിയിലും ഇപ്പം 1818 നെപ്പോളിയൻ ഈ സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പടയോട്ടം നടത്തി, ആ പടയോട്ടത്തിൻ്റെ പേര് ഇതായിരുന്നു എന്ന മട്ടിലല്ല ഇവിടെ ഹിസ്റ്ററി എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളുടെ ശബ്ദത്തിനുള്ളിൽ ഹിസ്റ്ററി ഒളിപ്പിച്ചിട്ടുണ്ട്. ഓരോ സംഭാഷണത്തിനുള്ളിൽ, സ്ഥലത്തിനുള്ളിൽ, വസ്തുക്കൾക്കുള്ളിൽ ഒക്കെയാണ് ഹിസ്റ്ററി ഒളിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് മനുഷ്യജീവിതമാണ്, ചരിത്രം പിന്നണിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അല്ലാതെ ഏതെങ്കിലും കഥാപാത്രം വന്നിട്ട് നെപ്പോളിയൻ്റെ ചരിത്രം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ പോകണം ചരിത്രം പഠിക്കണമെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചരിത്രം ഞാൻ ഇതിനകത്തൂടെ വിളമ്പണമെന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഓരോ വരിയിലും വാക്കിലും ചരിത്രം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വേറൊരു ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ റിസർച്ച് നടന്നിട്ടുണ്ട് നന്നായി. പക്ഷെ ആ റിസർച്ചിൻ്റെ പാടവം കാണിക്കാനുള്ള, ഞാൻ ഇത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനുള്ള, സത്യം തുറന്നു പറഞ്ഞാൽ ചരിത്രത്തോട് നീതി പുലർത്തേണ്ട ആവശ്യമില്ല എനിക്ക് ഒരു നോവൽ എഴുതുമ്പോൾ, ഒരു ചരിത്ര നോവൽ എഴുതുമ്പോൾ എന്ന് തന്നെ പറയാം. കാരണം ഞാനൊരു ചരിത്ര പുസ്തകമല്ല എഴുതുന്നത്, ഞാനൊരു ഫിക്ഷനാണ് എഴുതുന്നത്. എനിക്ക് നീതി പുലർത്തേണ്ടത് ഫിക്ഷൻ എന്ന് പറയുന്ന സങ്കേതത്തോടാണ്, നോവലിനോടാണ് ഞാൻ ആദ്യം നീതി പുലർത്തുന്നത്. എന്ന് കരുതി ഇതിനകത്ത് ചരിത്രത്തോട് നീതി പുലർത്തിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ കൺസേൺ ടോട്ടലി ഫിക്ഷൻ എന്ന് പറയുന്ന ആ മാധ്യമത്തിലാണ്. ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നോവലിൽ ചരിത്രം ഓരോ വരിയുടെ അടിത്തട്ടിലും ഉണ്ട് എന്നാണ്. അത് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതുമാണ്. ജർമ്മനിയിലെ രാജവാഴ്ചയും കീറ്റി വൈദ്യവും ഒരുമിച്ചൊരു പുസ്തകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരെ ജനങ്ങൾ അത് സ്വീകരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചരിത്രം, ഫിലോസഫി, അല്ലെ സർജറി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതി ഒരാളെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഡ്രാഫ്റ്റ് വായിച്ച എൻ്റെ അടുത്ത സുഹൃത്തും ഒരു കലാചിന്തകനും ഒക്കെ ആയ ജോൺ സേവിയർ പറഞ്ഞത്, നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ, ഈ ഡ്രാഫ്റ്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ചരിത്രമാണ്. ഇങ്ങനെ ചരിത്രം കുത്തി നിറച്ച് വെക്കാൻ വേണ്ടി വല്ല ചരിത്രകാരന്മാരുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ബയോഗ്രഫേഴ്സ് ഉണ്ട്. അന്നത്തെ കാലത്ത് എന്തിനാണ് ഇത് എഴുതുന്നത്? ഫിക്ഷൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഭാഷ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഭാഷയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ അനുഭവത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എത്ര സങ്കീർണമായ അനുഭവത്തെയും ഭാഷയിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഹെഗൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫറെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഹെഗൽ എന്ന് പറയുന്ന ഇപ്പോൾ ഓരോ ഫിലോസഫേഴ്സിനും ഓരോ ഭാഷയുണ്ട്. ഹെഗലിന്റെ ഫിലോസഫി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറേയേറെ സമയമെടുക്കും. ഒരുപക്ഷെ ഈ ജീവിതം തന്നെ വേണ്ടി വരും പുള്ളി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ. ഭാഷയും അത്രയ്ക്ക് ക്ലിഷ്ടമാണ്, ആശയം അതിനേക്കാൾ ക്ലിഷ്ടമാണ്. അപ്പം അത്തരത്തിൽ, എന്നാൽ ക്ലിഷ്ടമായ ആശയങ്ങൾ മനസ്സിലാകില്ല എന്നുറപ്പായ ആശയങ്ങളെ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്നവരുമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഹെയ്ഡഗർ എന്ന് പറയുന്ന ജർമ്മൻ തത്വചിന്തകൻ തന്നെ. അപ്പം അദ്ദേഹം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും സങ്കീർണമായ വിഷയം, എനിക്ക് തോന്നുന്നു അത് വളരെ പ്രധാനമാണ്. നമ്മൾ എഴുതുമ്പോഴും, ഒരു നോവൽ എഴുതുമ്പോഴും ഒക്കെ നമുക്ക് എങ്ങനെയാണ് സംവേദിക്കാൻ പറ്റുന്നത്. എന്നാൽ പലപ്പോഴും ഭാഷയിലൂടെ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കത്തുമില്ല. ചില നിമിഷങ്ങൾ, മനസ്സിലാകാത്ത ചില നിമിഷങ്ങൾ ജീവിതത്തിലും ഉണ്ടല്ലോ. നമുക്ക് എല്ലാം മനസ്സിലാകണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടും കാര്യമില്ല. ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. മനസ്സിലാക്കാനുള്ള ശ്രമം മാത്രമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.